സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്ന് മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ്. അതുവഴി സ്വർണ്ണക്കള്ളക്കടത്ത് തടയാൻ സാധിക്കും. രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുമാകും. നികുതി വരുമാനം കുറഞ്ഞെന്ന് ധനമന്ത്രി ബജറ്റിൽ പറയുമ്പോഴും നികുതി വെട്ടിപ്പ് നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഒരു ബജറ്റാണെങ്കിലും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ധനമന്ത്രി നടത്തിയിട്ടില്ല. എന്നാൽ നിലവിലുള്ള സാമ്പത്തിക നയങ്ങൾ തുടരുമെന്നുള്ളതും വ്യക്തമായി സൂചനയുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് വികസന കാര്യങ്ങളാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം 2047 ലക്ഷ്യമാക്കി വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റുമെന്ന കാഴ്ചപ്പാട് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ബജറ്റാണെങ്കിലും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ധനമന്ത്രി നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ നിലവിലുള്ള സാമ്പത്തിക നയങ്ങൾ തുടരുമെന്നും സൂചനയുണ്ട്. 2047 ലക്ഷ്യമാക്കി ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്ന കാഴ്ചപ്പാട് ധനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് വലിയ വികസന പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നതാണെന്നും മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഹൈവേ രംഗത്തായാലും അതുപോലെ റെയിൽവേയിൽ വലിയ വികസനം സംസാരിക്കുന്നു. എയർലൈൻസ് ഒരുപാട് എയർപോർട്ടുകളും എയർലൈൻസുകളും കൂടുന്നു. ഒരുപാട് വികസന പദ്ധതികൾ പ്രതീക്ഷിക്കാമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാർഷിക രംഗത്തും മറ്റു തൊഴിൽ രംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. 2000 തന്നെ മലബാർ ഗോൾഡ് സ്വർണത്തിന് ഹാൾമാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ അത്തരം ഗുണമേന്മ സംവിധാനം ഒരുക്കുന്നതിനും എത്രയോ മുൻപാണ് അക്കാര്യം ചെയ്തത്. സ്വർണ്ണ വ്യാപാര രംഗത്ത് നികുതി കുറച്ചുകൊണ്ട് മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കണം. അതുവഴി സ്വർണ്ണക്കള്ളക്കടത്ത് തടയാൻ സാധിക്കും. നികുതി പിരിവ് സർക്കാർ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.